അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് കടന്നു വരികയാണ്. റമദാൻ നന്മയുടെ പൂക്കാലമാണ്, ആത്മവിശുദ്ധിയുടെ മാസമാണ്. റമദാനിന്റെ ലക്ഷ്യം തന്നെ മനുഷ്യരുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടാവുക എന്നതാണ്. നോമ്പ് മാത്രമല്ല, നോമ്പ് എന്തിന് നിർബന്ധമാക്കപ്പെട്ടു എന്ന ചോദ്യത്തിന് ഖുർആൻ നൽകുന്ന ഉത്തരം ലഅല്ലക്കും തത്തഖൂൻ, മനുഷ്യരുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാവുക എന്നതാണ് നോമ്പ് ലക്ഷ്യം വെക്കുന്നത്. റമദാൻ മാത്രമല്ല, നിങ്ങൾ ആരാധനാകർമ്മങ്ങളെല്ലാം പരിശോധിച്ചോളൂ. ആരാധനാകർമ്മങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നിർബന്ധമാക്കുന്നത് മനുഷ്യരുടെ ജീവിതത്തിന് വിശുദ്ധി ഉണ്ടാക്കുന്നതിനാണ്. നമസ്കാരം നിർബന്ധമാക്കപ്പെടുന്നതിനെ കുറിച്ച് ഖുർആൻ പറയുന്നത്, നമസ്കാരം ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ, തിന്മയായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മ്ലേച്ഛമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും നമസ്കാരം മനുഷ്യരെ തടയുന്നു. സക്കാത്ത് നിർബന്ധമാക്കപ്പെട്ടതിനെ കുറിച്ചുള്ള ഖുർആനിന്റെ മറുപടി, തുതഹിറുഹും വ തുസക്കീഹിം, അത് അവരുടെ സമ്പത്തും അവരുടെ ശരീരവും ശുദ്ധീകരിക്കുന്നു. നോമ്പ് ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. ഹജ്ജിന്റെ പാതയും ഹജ്ജിന് വേണ്ടി ഒരുക്കേണ്ട ആയുധം എന്ന് പറയുന്നത് തഖ്വയാണ്, വിശുദ്ധിയാണ്. അപ്പൊ വിശുദ്ധി നിറഞ്ഞ ഒരു ജീവിതമാണ് ആരാധനകൾ മനുഷ്യരിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നത്. ഈ നോമ്പ് ജീവിതത്തെ വിശുദ്ധമാക്കുവാനും വിമലീകരിക്കുവാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ.